നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷം തന്നെയാണ് കേട്ടോ. അവസാനം അങ്ങനെ ചതിയുടെ രഹസ്യങ്ങളൊക്കെ അങ്ങനെ പുറത്തു വരുവാണ്. അങ്ങനെ നമ്മൾ കണ്ടു അവസാനം ശ്രീജ ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന് സഹിച്ചില്ല. വിശ്വം കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ഈ സമയത്ത് ശ്രീജ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ചോദിച്ചു, അല്ല അച്ഛനും അമ്മയോട് ഈ കാര്യം പറഞ്ഞായിരുന്നു? ഇല്ലാന്ന് പറയണം. തൽക്കാലത്തേക്ക് പറയണ്ട, ഇപ്പൊ വേദയുടെ വീട്ടുകാരുമായിട്ട് ഒരടുപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മളായിട്ട് ഇനിയിപ്പം അവരുടെ മനസ്സിനെ വേദനിപ്പിക്കണ്ടെന്ന് പറയണം. ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും സങ്കടമാവെന്ന് പറയാം. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് പറയണം. വിഷമിക്കണ്ടെന്ന് പറയണം. പിന്നീട് ശ്രീജ പറഞ്ഞു, ഞാൻ വിശ്വണ്ണ ചായ എടുക്കാന്ന് പറയാം. വേണ്ട, ചായ ഒന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ വേദയല്ല ശ്രീജയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയം ശ്രീജയ്ക്ക് സന്തോഷം സമാധാനമായി. എന്തു വന്നാലും തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ശ്രീജയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. ഈ സമയത്ത് വേദ മുറിയിലേക്ക് കിടക്കാൻ വരുവാണ്. അപ്പോഴേക്കും വിക്രം കട്ടിലിരിക്കുന്നുണ്ട്. ഇതെന്താ വിക്രു ഉറങ്ങില്ലേന്ന് ചോദിക്കുകയാണ്. ഉറക്കം വന്നില്ല. വീട് മാറി കിടക്കുന്നുണ്ടായിരിക്കും ഉറക്കം വരാത്തല്ലേന്ന് ചോദിക്കാം. അതൊന്നുമില്ല എന്ന് പറയണം. ഇന്ന് എന്ത് പറ്റി? സൗണ്ടിനൊക്കെ ഒരു ഗാംഭീര്യം കുറവാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇവിടെ എൻ്റെ വീടാന്ന് ഓർത്തിട്ട് അങ്ങനെയൊന്നും വേണ്ട. എന്നോട് ദേഷ്യപ്പെട്ടോ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പതിവ് കലാപരിപാടികളൊക്കെ നടക്കട്ടെ. പക്ഷെ ഇത്തിരി ശബ്ദം താത്തി പറയണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. ഇത് കേട്ടിപ്പം വിക്രം ചോദിച്ചു, അല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലോ എന്ന് പറയണേ. എന്തുത്തരം? അല്ല ഞാൻ ചോദിച്ചില്ലേ എന്നോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച എന്തിനാന്ന്, അതിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതിനുള്ള ഉത്തരവൊക്കെ ഞാൻ നേരത്തെ തന്നിട്ടുണ്ടല്ലോ. അതെനിക്ക് വിശ്വസനീയമായ ഒരു ഉത്തരവല്ല, എനിക്ക് കിട്ടേണ്ട കൃത്യമായിട്ടുള്ള ഉത്തരവാന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ വിക്രം, അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു. അല്ല ഇത്രയും വലിയ ഇതിൽ നിന്ന് എന്നെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ലെന്ന് വേദയ്ക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും വേദ എന്നോടൊപ്പം ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം കാണുമെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴുത്തി വിക്രം താലിയാർത്തി, അതുകൊണ്ട് ഞാനങ്ങോട്ടൊരു തീരുമാനം എടുത്തു വിക്രത്തോട് കൂടെ ജീവിക്കണമെന്ന്. അതിൽ കൂടുതലായിട്ട് എനിക്ക് വേറൊരു കാര്യമില്ല, അത്രയും മാത്രം എനിക്ക് പറയാനുള്ളെന്ന് പറയണം. വിക്രത്തിന് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. വിക്രം ഇങ്ങനെ ആലോചിക്കണ സമയത്ത് വേദ പറഞ്ഞു, ഓരോരുത്തർക്കും ഇല്ലേ അവരുടേതായ ചില തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പം തന്നെ വിക്രത്തിൻ്റെ കാര്യം തന്നെ, വിക്രത്തിന് വിദ്യാഭ്യാസം കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ വിക്രത്തിന് വിക്രത്തിൻ്റെതായ രീതികൾ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് തന്നെ കണ്ടില്ലേ അച്ഛൻ പോയപ്പം വിക്രത്തിനോട് യാത്ര പറഞ്ഞിട്ട് പോയത്. അപ്പം എന്തുകൊണ്ടാ അച്ഛന് വിക്രത്തോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് പോയത്. പക്ഷെ വിക്രം ആണെങ്കിൽ അച്ഛൻ്റെ എന്തെങ്കിലും ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നുണ്ടോ? ശ്രീനിവാസന്റെ പുറകെ തന്നെ നടക്കുമല്ലേ. അതുകൊണ്ട് എന്തേലും പ്രയോജനമുണ്ടോ? അച്ഛന് എന്നും മനസ്സിന് വിഷമം മാത്രമേ ഉള്ളൂ. അതൊന്ന് ചിന്തിച്ചു ചോദിക്കേ. വിക്രം എന്നിട്ട് മാറാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, അത് പിന്നെ എനിക്കറിയില്ല വിക്രത്തിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. ഒരു പക്ഷേങ്കിലും വിക്രം ശ്രീനിവാസനോട് പോലും പറയാത്ത പല കാര്യങ്ങളും വിക്രത്തിന്റെ മനസ്സിൽ കാണും. എന്തോ വിക്രത്തിന്റെ മനസ്സിനെ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. അതെന്തായതാന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒരു പക്ഷെ എന്നെങ്കിലും കാലത്ത് വിക്രത്തിന് അത് എന്നോട് പറയണം തോന്നുവാണെങ്കിൽ പറയാം. ഞാനത് കേട്ടിരിക്കും, എനിക്ക് ഉറപ്പുണ്ട് വിക്രത്തിന്. പക്ഷേ ഇപ്പം അതങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ശ്രീനിവാസ് സാറിനോട് പോലും പറയാത്ത കാര്യങ്ങൾ എന്നോട് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് പക്ഷെ ഇപ്പോഴല്ല, പിന്നെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും പറയാനായിട്ട് പോകുന്നത്. കുഴപ്പമില്ല, ഞാൻ കാത്തിരുന്നോളാം എന്നൊക്കെ വേദ പറയണം. ഈ സമയത്ത് വിക്രം പറഞ്ഞു, അത് പിന്നെ ഞാൻ വേണ്ട വിക്രം കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നീട് വേദ പറഞ്ഞു, ഈ വേദ എന്നുള്ള വിളിയുണ്ടല്ലോ അത് കേട്ട് എനിക്ക് എന്തോ പോലെ, മുമ്പ് വിളിക്കല്ലേ വേദാളം, അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഒന്നുകൂടി ഇഷ്ടം എന്ന് പറയണം. ആ വിളിയിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയണം. ഈ വേദ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്നോട് കൂടുതൽ റെസ്പെക്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ. എൻ്റെ അടുത്ത് കൂടുതൽ റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും വേണ്ട, ആ പഴയ വിക്രത്തെ തന്നെ എനിക്കിഷ്ടം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, അല്ല വേദ അത് പിന്നെ അതെ കയറി കിടന്നോളം പറയണേ. വേണ്ട, ഞാൻ തറയിൽ കിടന്നോളാം എന്ന് വിക്രം പറയാം. അതൊന്നും വേണ്ട, ഞാൻ എന്തായാലും തിണ്ണമിടുക്ക് കാണിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കയറി ബെഡേ കിടന്ന് പറയാനല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തറയിൽ കിടന്നോളാം, ഞാൻ അവിടെയാണെങ്കിലും തറയിലാണല്ലോ കിടക്കണേ, എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് പറയാം. ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് വേദ ഷീറ്റൊക്കെ വിരിച്ച് വേദ ഇങ്ങോട്ട് തറയിലേക്ക് കിടക്കുവാണ്. ഈ സമയം വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. പിന്നീട് വേദ വിക്രത്തോട് പറഞ്ഞു, അതെ ഗുഡ് നൈറ്റ് എന്ന് പറയണം. വിക്രം ഒന്നും മിണ്ടിയില്ല. ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പറയണം. അവസാനം വിക്രം പറഞ്ഞു ഗുഡ് നൈറ്റ് എന്ന് പറയണം. അങ്ങനെ അവർ കിടന്നു. ആ സമയത്ത് ശങ്കരനാരായണന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശങ്കരനാരായണൻ്റെ മനസ്സിലെ പല പല ചിന്തകളും കടന്നു പോവാം. അപ്പോഴേക്കും പത്മ വന്നിട്ട് എന്താ ശങ്കരേട്ടാ കിടക്കാൻ വരണില്ലേന്ന് ചോദിക്കാം. ഞാൻ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു പറയണം. ഇത് കേട്ടയും പത്മ ശരിയാ, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ആ മാഷ്
ഒരനുഭവം തന്നെയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മോളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത്. കാരണം മൂല്യത്തെയും ധർമ്മത്തെയൊക്കെ മുറുക്കെ പിടിക്കുന്ന ആളാണ് മാഷ്. അല്ലെങ്കിൽ ആ മാഷിൻ്റെ വാചകം കേട്ടോ. കാരണം ഇത്ര സ്വത്തും പണം കൊടുത്തു വിട്ടാലും ബാക്കി 2 മരുമക്കളൂടെ അവിടെ ഉണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ വാക്കിൽ തന്നെ ഉണ്ട് ആ മാഷിൻ്റെ ഗുണഗണങ്ങൾ എന്താന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പം പത്മ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ് ശങ്കരേട്ടാന്ന് പറയണേ. പക്ഷെ അങ്ങനെയുള്ളൊരു മാഷിൻ്റെ മോൻ ഇങ്ങനെയായി തീർന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയണേ. ഇപ്പോഴും എനിക്ക് വിക്രത്തിൻ്റെ മുഖം ഓർമ്മയുണ്ട്. എങ്ങനെയാണെന്നറിയോ, കോടതിയിൽ ഇങ്ങനെ പ്രതിക്കൂട്ടി വന്ന് നിൽക്കുന്നത്, തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും, നിഷേധിക്കാൻ നിൽക്കുന്ന ആ വിക്രത്തിൻ്റെ മുഖം അതെൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല എന്ന് പറയാം. അയാൾക്ക് വേണമെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിഷേധിക്കായിരുന്നു, പക്ഷെ അയാൾ നിഷേധിച്ചിട്ടില്ല. അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയണം. പത്മ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും, അയാൾക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേന്ന് ചോദിക്കുകയാണ്. പക്ഷേ എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വേദയ്ക്ക് ചേർന്നൊരു ബന്ധമാണോ ഇതെന്ന് എനിക്കറിയില്ല. മാഷും കുടുംബമൊക്കെ ഓക്കെ ശരി തന്നെയാണ്, പക്ഷേങ്കിൽ മാഷിൻ്റെ മോൻ ഇങ്ങനെയായി തീർന്നു, അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമെന്ന് പറയണം. ഈ സമയം പത്മ പറഞ്ഞു, അതൊക്കെ പോട്ടെ, അതെ വേറൊരു സന്തോഷമുള്ള കാര്യമുണ്ടെന്ന് പറയാം. എന്താ, വേദ ഇനിയിപ്പം പ്രാക്ടീസിന് പോകാൻ തീരുമാനിച്ചെന്ന് പറയണം. പ്രാക്ടീസിന് പോകാനോ? അതെ, പ്രാക്ടീസ് പോകാനായിട്ട്. അല്ല, ആരുടെ കീഴിലാന്ന് ചോദിക്കണം. അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനിടെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയെന്ന് പറയണം. അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായിപ്പോയി ശങ്കരനാരായണൻ. കാരണം തൻ്റെ മോള് ഒരു വക്കീലായിട്ട് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ശങ്കരനാരായണനായിരുന്നു. തൻ്റെ പാത പിന്തുടർന്ന് വന്ന ഓരോ മക്കളിൽ ഓരോരാൾ വേദ മാത്രമാണ്. അപ്പോൾ വേദയ്ക്ക് അങ്ങനെ അത് വക്കീലാ സാധിക്കണം എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വേദം വിക്രവും കൂടെ പൂജാമുറി പോയി വിളക്ക് തെളിക്കുകയാണ്. വിളക്ക് തെളിച്ച് അവരിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ടുപേരും മുഖത്തോടും മുഖമൊക്കെ നോക്കുന്നുണ്ട്. ഈ കാഴ്ച കൊണ്ടാണ് അമ്മിണിയച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു. പുറകെ സാവിത്രിയമ്മയും വന്നു. അങ്ങനെ അമ്മിണിയച്ചമ്മ സാവിത്രിയമ്മയോട് പറഞ്ഞു, കണ്ടില്ലേ സീതാരാമം രാമനെ പോലെ കണ്ടില്ലേ, രണ്ടുപേരും നല്ല സ്നേഹത്തോട് കൂടിയിട്ട് 2 ദിവസം വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്രവായി. അങ്ങനെയാണെങ്കിൽ ഇവർ കുറച്ച് ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്തായി തീരുമല്ലേ എന്നൊക്കെ ചോദിക്കണം. അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് സാവിത്രിയമ്മ പറയാം. അവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് വേദയും വിക്രവും കൂടെ വരുമ്പോഴത്തേനും അമ്മണിയച്ഛൻ പറഞ്ഞു, അതെ ഇനി എനിക്ക് വേണ്ട എന്താണെന്നറിയോ, ഒരു പേരക്കുട്ടിയാന്ന് പറയണം. പേരക്കുട്ടിയാ? അതെ, ഒന്നല്ല 2 പേരെയും കൂടെ തന്നാട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് റീൽസൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ആളെ കിട്ടുമല്ലോ എന്ന് പറയണം. ഇതേട്ടൻ വേദ പറഞ്ഞു, ഈ അച്ഛമ്മയുടെ ഒരു കാര്യം മനുഷ്യൻ നാണം കിടത്തില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ നിന്ന് ശബ്ദം കേൾക്കാം. വർഷയും ശ്രീകാന്ത് തമ്മിലാണ്. വർഷയോട് ശ്രീകാന്ത് പറഞ്ഞു, നീ അവിടെയൊക്കെ നോക്കാൻ പറയണം. ഞാനിവിടെ എല്ലാം നോക്കി ശ്രീകാന്തേട്ടാ, ഇവിടെ എങ്ങും പക്ഷെ ഇല്ലയെന്ന് പറയണം. നീ ഒന്നുകൂടെ നോക്ക്, ഞാൻ നോക്കി എന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പം ഈ സമയത്ത് കാര്യം മനസ്സിലായില്ല എന്തായിരിക്കും പോലും. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേനും വർഷ പറഞ്ഞു, അതെ വള കാണാനില്ലെന്ന് പറയണേ. വളയോ? അതെ, വേദയ്ക്ക് കൊടുക്കാനായിട്ട് അമ്മ ഇന്നലെ എടുത്ത് തന്ന സ്വർണ്ണമില്ലേ, അപ്പോൾ ആ ആഭരണം ഞാൻ മുറിയിൽ കൊണ്ടേ വെച്ചായിരുന്നു. അപ്പോൾ അത് എടുത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിന് തൂക്കം കുറവ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 3-4 വള കുറവുണ്ടെന്ന് പറയണം. ഇത് കേട്ട് ഇനി അമ്മിണിയച്ചമ്മ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ വർഷ അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയാണോ വെച്ചതെന്ന് ചോദിക്കണം. അതെ, ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയാ വെച്ചതെന്ന് പറയണം. അമ്മിണിയച്ചമ്മ പറഞ്ഞു, അതെന്താ വർഷ അങ്ങനെ ഏതേന്ന് ചോദിക്കുക. അത് പിന്നെ നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ വേണ്ടേന്ന് ചോദിക്കുക ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പോൾ അമ്മിണിയച്ചൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം വർഷേ, കാരണം അതിന് കുറവ് വന്നു പോകുമ്പോൾ പിന്നെ നമ്മളെ കുറ്റക്കാരാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ എണ്ണി എടുത്ത് വെക്കണമെന്ന് പറയണം. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അതിരി എവിടെ പോകാനാ, ഇവിടെ എവിടെയെങ്കിലും കാണും, പുറത്തുനിന്ന് കള്ളന്മാരൊന്നും വന്നില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാ, ഇവിടെ ഉള്ളവരൊക്കെ തന്നെയല്ലേ ഉള്ളൂ, പിന്നെ വന്നവരേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും വന്നിട്ടില്ലെന്ന് പറയണം. ഈ സമയത്ത് അമ്മിണിയച്ചൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു, വേറെന്ത് പറയാനായിട്ട്, ഉള്ള കാര്യം തന്നെ, ഇവിടെ ഉള്ളവരോ പുറത്തൊന്നും വന്നവരായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നന്ദിനി കഥവ് തുറന്ന് ബായിക്കായിട്ടും കൊണ്ട് ഇറങ്ങി വരുവാണ്. എന്താ അച്ഛമ്മേ, എന്താ ഇവിടെ കാര്യം ചോദിക്കണം. അതെ, ഒരു 3-4 വള കാണാതെ പോയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, ഇതേ എൻ്റെ ഭാഗമൊക്കെ വേണം പരിശോധിച്ചു കേട്ടോ, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയണം. വേദ പറഞ്ഞു, അല്ല ഇവര് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ കുറ്റക്കാരായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം നന്ദിനി ചേച്ചിയും പെടും. നന്ദിനി ചേച്ചിക്ക് മാത്രം വ്യത്യാസമൊന്നും ഇല്ലെന്ന് പറയാണ്. നന്ദിനി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് അമ്മിണിയച്ചമ്മയോട്, ഇപ്പം അച്ചമ്മയ്ക്ക് സന്തോഷം സമാധാനമായല്ലോ, സീതാരാമന്മാരെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയായിരുന്നു, ഇപ്പം കണ്ടില്ലേ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നേ. വീട്ടിലായിരുന്നു ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു, ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം വിളിച്ചു വരുത്തി ഇപ്പം അധിക്ഷേപിക്കുന്നതിന് തുല്യമായി പോയില്ലെന്ന് ചോദിക്കണം. അപ്പോഴേക്ക് ശങ്കരനാരായണൻ ഇറങ്ങി വന്നിട്ട് എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കണം.
വർഷ പെട്ടെന്ന് ഇട്ട് പറഞ്ഞു, അച്ഛാ ഒരു 3-4 വള കാണാതെ പോയെന്ന് പറയണേ. അപ്പോൾ കാണാതെ പോയോ? ആ സമയത്ത് പത്മ പറഞ്ഞത്, വർഷ പറയുന്ന കാണാതെ പോയെന്നാ പറയണേ, അവൾ എണ്ണി എടുത്ത് വെച്ചായിരുന്നെന്ന്, അതിനിപ്പോൾ നാളെണ്ണം കുറവുണ്ടെന്ന്. അതുപോലെ കള്ളന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ മൊത്തം എടുത്തുകൊണ്ട് പോകത്തില്ലേ, ഇത് മൊത്തം കൊണ്ടുപോയിട്ടില്ലല്ലോ, നാളെണ്ണം അല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ എന്ത് മറുപടി പറഞ്ഞു നിർത്തില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, നിങ്ങൾ കുറേ സമയമല്ലേ അല്ല വിക്രമൻ, നിങ്ങൾ കുറേ സമയമല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ല നിങ്ങൾക്ക് ആരെയായാലും സംശയം ഉണ്ടെങ്കിൽ പറ. ആരെയും സംശയം ഉണ്ടെങ്കിലും പറയണം. ഇവിടെ 3 പേര് ഞങ്ങളിപ്പോൾ ഉണ്ട്, ബാക്കി 3 പേര് ശ്രീചേട്ടത്തി അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് പോയിട്ടുള്ളൂ. അപ്പം അവരെ ആരെയും സംശയം ഉണ്ടെങ്കിൽ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ പോയാരെ ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും, ഇവിടെ നിൽക്കുന്നവരെ ഞങ്ങൾ പറയേണ്ടതായിട്ട് വരും. കാരണം ഞങ്ങൾക്ക് ആരുടെയും കാര്യത്തിൽ ഉറപ്പില്ല. ഇപ്പോൾ പോയെന്ന് പറഞ്ഞിട്ട് മാഷി പറയുന്നത് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ, നല്ല അധ്യാപകനുള്ള സ്വർണ്ണ മെഡൽ മേടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുരസ്കാരം മേടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോഷ്ടാവ് എന്നും മോഷ്ടാവ് തന്നെയായിരിക്കും, മോഷ്ടിക്കില്ലെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ദേഷ്യമായി. ശ്രീകാന്തിനല്ല, വിക്രത്തിന് ദേഷ്യമായി. നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിൻ്റെ കഴുത്തിനോട് കയറി കുത്തിപ്പിടിക്കണം. ഇതേ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞാണ്ടല്ലോ സഹിക്കില്ലെന്ന് പറയണം. വേറെന്ത് സഹിക്കും? അച്ഛനെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ വിക്രത്തിന് സഹിക്കാൻ പറ്റുമോ? ആ സമയത്ത് വേദ പറഞ്ഞു, എന്താ കാണിക്കണമെന്ന് നിൽക്കും. അച്ഛമ്മ പറഞ്ഞു, എടാ നീ വിടറാ, അവൻ്റെ കഴുത്തിൽ നിന്ന് പിടിവിടാൻ പറയണം വിക്രത്തോട്. അങ്ങനെ വിക്രത്തോട് പിടിവിട്ടു. ഈ സമയത്ത് അച്ഛമ്മ പറഞ്ഞു, ഇതേ ശ്രീകാന്തെ, നിങ്ങൾക്ക് ആരെയും സംശയമുണ്ടെ പറ എന്ന് പറയണ. വർഷ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവരും തന്നെ സംശയം ഉണ്ടെന്ന് പറയണം. ആരാ ഏതാ എടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് പറയണം. ആ വള എവിടെയോ ആരെടുത്തോണ്ട് പോയെന്ന് അറിയില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മണിയച്ഛൻ പറഞ്ഞു, അതല്ലേ കാര്യം, ഒരു കാര്യം ചെയ്യാം, ആ ചെടിച്ചെടിക്കകത്ത് പോയി നോക്ക്, അവിടെ സാധനമുണ്ട് എന്ന് പറയണം. ചെടിച്ചെടിക്കകത്ത്? അതെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സാധനം ഉണ്ടെന്ന് എവിടെയാണെന്നറിയാം. ആ ചെടിച്ചെടിക്കകത്ത് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സാധനം ഇരിപ്പുണ്ടെന്ന് പറയണം. പെട്ടെന്ന് പത്മ എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് ചെന്നു. ആ ചെടിച്ചെടിക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ 4 വള ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വള എടുത്തു. ഇപ്പോൾ വള കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ ഇതൊക്കെ നന്ദിനിയൊക്കെ ചോദിച്ചു, ഇതെങ്ങനെ? നന്ദിനി പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ ചെടിച്ചെടിക്കകത്ത് വളയുണ്ടെന്ന് അച്ഛമ്മയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അച്ഛമ്മയാണ് അതവിടെ കൊണ്ടുവെച്ചേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മണിയച്ചമ്മ നന്ദിനിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നീട് അമ്മണിയച്ചമ്മ പറഞ്ഞു, അതെ ഞാനാ കൊണ്ടുവെച്ചത്, നിന്നോടാരാ നന്ദിനി പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മണിയച്ചമ്മ എന്ത് ചെയ്യണം, നന്ദിനിയുടെ കാരണം തൊട്ട് ഒറ്റ എണ്ണം കൂടെ പൊട്ടിക്കുകയാണ്. ഈ സമയത്ത് നന്ദിനി എന്നെ എന്തിനാ അടിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ വളയെടുത്ത് എവിടുന്നാന്നറിയാവോ? അത് ഞാൻ എടുത്ത ശ്രീജയുടെ ബാഗിനകത്തു നിന്നാന്ന് പറയണം. ശ്രീജയുടെ ബാഗിനകത്തുനിന്നോ? അതെ, ശ്രീജയുടെ ബാഗിനകത്തുനിന്ന്. ആ വള ആ ബാഗിനകത്ത് കൊണ്ടേ വെച്ച് നീയും വർഷയും കൂടെ ചേർന്നിട്ടല്ലേ ഇടിഞ്ഞ് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഈ അച്ഛമ്മ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ബാക്കി എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വർഷ പറഞ്ഞു, വെറുതെ അനാവശ്യം പറഞ്ഞാണല്ലോ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവരുടെ ബാഗിൽ കൊണ്ടേ വെക്കേണ്ട കാര്യം എനിക്ക് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മണിയച്ചൻ പറഞ്ഞു, എടി മോളെ, എനിക്കൊരു സ്വഭാവമുണ്ട് അറിയാലോ, കള്ളത്തരം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കയ്യോടെ പിടികൂടി ഞാൻ പൊളിച്ചെടുക്കുന്നൊരു സ്വഭാവമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഈ വള ഞാൻ എൻ്റെ കയ്യിൽ നിന്നെങ്ങാൻ നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ട് ഇതേ വളയെന്നും പറഞ്ഞു കൊണ്ടു തരുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനാ മോഷ്ടാവെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ചെടിക്കകത്ത് കൊണ്ടേ വെച്ചേ, ഞാൻ ആ സാധനം അവിടെ കൊണ്ടേ വെച്ചേന്ന് പറയണം. ഇത് കേട്ട് വേദിച്ചു, അല്ല അച്ഛമ്മ എന്തിനാ അതവിടെ കൊണ്ടേ വെച്ചേന്ന് ചോദിക്കുക. അതിനും തക്കതായ കാരണമുണ്ട് മോളേന്ന് പറയണം. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാലേ കുഴപ്പമുള്ളൂ, എന്നെ മോഷ്ടാവായിട്ട് ബാക്കി എല്ലാവരും ചിത്രീകരിക്കും, അതൊരു കാരണവശാലും വരാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാനത് അവിടെ കൊണ്ടേ വെച്ചേ. പിന്നെ അത് കൊണ്ടേ വെച്ചത് എവിടെ നിന്നാന്ന് ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശ്രീജയുടെ ബാഗിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വെച്ചേ. ശ്രീജയനെ കുറ്റക്കാരിയല്ലേ, നമ്മുടെ കുടുംബത്തെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചിലരൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പറയണം. നന്ദിനി കവളും പൊത്തി നിൽക്കുകയാണ്. വേദയ്ക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി വന്നു. നന്ദിനി അടുത്തേക്കൊക്കെ ഇതിനകത്ത് എന്തോ ഒരു പങ്കുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ശ്രീകാന്തും വർഷയൊക്കെ ആവപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അമ്മണിയച്ഛൻ പറഞ്ഞു, അത് കൊണ്ടേ വെച്ച് ഇവരുടെ പ്ലാനായിരുന്നു, ഇവര് മനഃപൂർവ്വം ചെയ്ത കാര്യമെന്ന് പറയണം. വർഷയും ഒക്കെ വട്ടം തർക്കിക്കുകയാണ്. ഈ സമയം അമ്മണിയച്ഛൻ പറഞ്ഞു, നീയൊക്കെ തർക്കിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വീഡിയോ സഹിതം പകർത്തിയിട്ടുണ്ടെന്ന് പറയണം. സംശയമുള്ളവർക്ക് ഈ ഫോണിലെ വീഡിയോ നോക്കാം. ഈ അമ്മണിയച്ഛമ്മയ്ക്ക് ചെറിയ റീൽ ഭ്രാന്തൊക്കെ ഉണ്ട് എന്നും പറഞ്ഞാലും ഇതുപോലത്തെയൊക്കെ നെറുകേടുകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഭാഗ്യം കൊണ്ട് അതെൻ്റെ കണ്ണിപ്പെട്ടെ, ഞാനതുകൊണ്ട് കൈയോടുകൂടി ഷൂട്ട് ചെയ്യുകയും ചെയ്തു, നിങ്ങൾ കൊണ്ടേ വെക്കുന്നതെന്നൊക്കെ പറയണം. തകർന്ന് തരിപ്പടമായി നിൽക്കുകയാണ് വർഷയും നന്ദിനിയൊക്കെ, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.